നമ്മുടെ അണ്ണൻ തൂക്കിയടാ. എന്തോ തൂക്കിയെന്നാടാ? എടാ, മെസ്സിയും റൊണാൾഡോയും കൂടെ ഇന്നലെ ആണെങ്കിൽ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നല്ലോ. മെസ്സി 3 റൊണാൾഡോയ്ക്ക് 1 ഉള്ളൂ. അന്നും പറഞ്ഞ് വേൾഡ് കപ്പ് നമ്മൾ തന്നെ എടുക്കണേ. ഇപ്പൊ നിങ്ങളായാലും അപ്പം ഞങ്ങളൊക്കെ തൂക്കും. നോക്കിയിരുന്നാ മതി, ഞങ്ങൾ തന്നെ ജയിക്കും. നീ പോയി നെയ്മറിന്റെ അടുത്ത് പറ ആദ്യം ഇറങ്ങാൻ. ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന നെയ്മറിന്റെ കളി നീ കണ്ടില്ലേ? ഇറങ്ങിയോ? ഇറങ്ങി. നിങ്ങളെയൊക്കെ കളി അതോ ഗതി. പോടാ, മെസ്സി തന്നെ ജയിക്കും. പിന്നെ ഞങ്ങൾ തന്നെ ജയിക്കും. ഈ വർഷം ഞങ്ങൾ ജയിച്ചില്ലെങ്കിൽ ഞാൻ മുട്ടത്തല അടിക്കും. ഞാൻ ജയിച്ചില്ലെങ്കിൽ ഞാൻ മുട്ടത്തല അടിക്കടാ. നീ മുട്ടത്തല അടിക്കോ? ഞാൻ മുട്ടത്തലൊന്നും അടിക്കുന്നില്ല. വേണമെങ്കിൽ പൈസ തരാം, 500 രൂപ. ഓക്കെ, 500 രൂപയ്ക്ക് ഇത്തിരി കൂടുതലല്ലേ? 500 തന്നെ വേണം. ശരി, 500 തരാം. എന്നാ സാറ് വരുന്നു, നമുക്ക് പോവാം. നമുക്ക് പോകുമ്പോ സംസാരിക്കാം. ശരിയടാ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. എല്ലാവരും സോഷ്യൽ സയൻസിന്റെ മെഡീവൽ ഇന്ത്യ എടുത്ത് ആദ്യത്തെ യൂണിറ്റ് ആണ്. സ്കൂൾ തുറന്നേ ഉള്ളൂ, എളുപ്പം പഠിക്കണം. എല്ലാവരും ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും 30-ൽ 30 തന്നെ മേടിക്കണം. ഒരെണ്ണം പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇനി എങ്ങാനും കുറഞ്ഞു പോയി കഴിഞ്ഞാ നേരപ്പെട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. തുടങ്ങിയതേ ഉള്ളൂ, ഓണം എക്സാം. അത് ശരിയാ പറഞ്ഞേ. എന്താടാ രോഹിത്തും സിദ്ധാർത്ഥും കൂടെ അളിക്കുന്നേ? സ്റ്റാൻഡ് അപ്പ്. എന്താ സാറേ? ഞാൻ ഇനി പഠിപ്പിക്കുന്നത് നിങ്ങൾ 100 തവണ എഴുതിക്കൊണ്ട് വരണം. നാളെ കണ്ടില്ലെങ്കിൽ ബുക്കിൽ നിങ്ങൾ പേരൻസിനെ വിളിച്ചോണ്ട് വരണം. ഓക്കെ? അയ്യോ, പണി പാളിയടാ. നിനക്കൊക്കെ അങ്ങനെ തന്നെ വേണം. എന്തിനാ അലയ്ക്കുന്നേ? ആദിത്യ, എന്തിനാ കിടന്ന് അലയ്ക്കുന്നേ? സ്റ്റാൻഡ് അപ്പ്. നീയും അവരുടെ കൂടി 100 തവണ എഴുതി വരണം. നാളെ കണ്ടില്ലെങ്കിലാ പേരൻസിനെ വിളിച്ചോണ്ട് വരണം കേട്ടാ. നീയും പെട്ടില്ലേടാ? എല്ലാവരും ഇരുന്നോ. എന്നിട്ട് സോഷ്യൻസിന്റെ ബുക്ക് എടുത്ത് മിഡീവൽ ഇന്ത്യന്ന് ഹെഡിങ് കൊടുത്ത് യൂണിറ്റ് 1 എന്ന് കൊടുത്ത് ഞാൻ പറയാം, ക്വസ്റ്റ്യൻസ് പറയാം, അതിന്റെ ആൻസറൊക്കെ എഴുതണം. ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എഴുതണം. നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ ആയില്ലേ? നോക്കട്ടെ. അയ്യോ അമ്മച്ചി, എന്താടാ? ഞാൻ പറയാടാ. പറയണ്ടടാ. നീ പറയടാ. ആരേപ്പിക്കുന്നേ? അല്ല, അവൻ പറയണ്ട, ഞാൻ പറയാം. എന്നാ ശരി, നീ പറ. അത് നീ ടോയ്ലറ്റിൽ പോയപ്പം എന്നടുത്ത് സോഷ്യൽ സയൻസിന് ചോദ്യം ചോദിക്കട്ടോ. അതിന് അപ്പം എനിക്കറിയത്തില്ലായിരുന്നു. അടിച്ചങ്ങ് പൊട്ടിച്ച്. അതിന് നീ എന്തിനാ ബാക്ക് സൈഡ് പിടിച്ചോണ്ടിരിക്കുന്നേ? നീയല്ലേ അടിക്കുന്നേ? അല്ലടാ, മുതുകത്താടാ അടിക്കുന്നേ. മുതുകത്താ? ആടാ. നീ രക്ഷപ്പെട്ട്. അപ്പൊ ഇവന് കിട്ടിയില്ലേ? ഇല്ലടാ, അമ്മ എല്ലാം പഠിച്ചോണ്ടാ വന്നത്. നീയാ പഠിച്ചോണ്ടാ? ഞാനൊന്നും പഠിച്ചൊന്നുമില്ലടാ. ഞാൻ അപ്പുറത്ത് ചെറുക്കന്റെ പുസ്തകം തുറന്നു നടക്കുമായിരുന്നു. അപ്പൊ അത് കണ്ട് പറഞ്ഞു, പൊട്ടൻ സാറ് ചോദിച്ചിരുന്നാ പറഞ്ഞു. അതാ സംഭവിച്ചേ. നിനക്കും അതേപോലെ അങ്ങ് ചെയ്തുകൂടായിരുന്നോ? അതിന് ഞാൻ എന്റെ അപ്പുറത്തും ഇപ്പുറത്ത് പഠിപ്പിക്കലല്ലേ ഇരുന്നേ. അപ്പൊ തുറക്കുവോ? ഞാനെ ഷൂട്ട് വിട്ട് കളയടാ. വിട്ട് കളഞ്ഞേനെ. പക്ഷെ മുതുകത്ത് വേദം, അതുകൊണ്ടാ. കടിച്ചു പിടിക്ക്. നിനക്ക് തമാശയായിട്ട് തോന്നും. എന്റെ മുതുക് പൊട്ടിപ്പോയെന്ന് തോന്നും. ആ പന്ന സാറിനെ കൊണ്ട് തോറ്റ്. എവിടുന്നാണോ എന്തോ കുറ്റിയും പറിച്ചോണ്ട് വന്നേക്കുന്നത്. മനുഷ്യന്റെ ഊരെല്ലാം പോയേ. എടാ, ബാക്കിലോട്ട് നോക്കടാ. പറയുമ്പോ എടുക്കാറ് പറയല്ലേ. ആ സാറിനെ എങ്ങനെങ്കിലും ഓടിച്ചുവിടാൻ നമുക്ക് എന്തിനും പണി ചെയ്താലോടാ.
നമുക്ക് സാറ് വരുമ്പം ഓയിൽ ഒഴിച്ചു വിടാം. അപ്പം തെന്നി മുഖം കുത്തി താഴെ വീഴും. അപ്പൊ കയ്യോ കാലൊടിയും. അങ്ങനെ ചെയ്താലാ? എടാ പൊട്ടാ, നിന്റെ ബാക്കി സാറ്. ഓ, അങ്ങേരെ കുറിച്ച് നിനക്ക് പറയാനുള്ളോ? എടാ നിങ്ങളൊക്കെ എന്തിനാടാ ഇതിന്റെ മണ്ടയിൽ നിൽക്കുന്നേ? എടാ പൊട്ടാ, നിന്റെ ബാക്കി സാറ്. ഞങ്ങൾ ഓടിപ്പോവാ, ഞങ്ങളെ കാണണ്ട. സാറോ? സാറപ്പന്ന് ഞാൻ എല്ലാം കേട്ടു ഇവിടെ നിന്നുകൊണ്ട്. നീ 100 വട്ടല്ലേ എഴുതണ്ടേ? 1000 വട്ടം എഴുതിക്കൊണ്ട് എന്റെ ക്ലാസ്സിൽ വരാവൂ. കൂടാതെ പേരൻസിനെയും കൂടെ കൊണ്ടുവരണം. നിനക്ക് ഓയിൽ ഒഴിച്ച് എന്നാ കൈയും കാലും പൊടിക്കണം അല്ലേ? അത് പിന്നെ സാറേ, നിന്റെ ഇത് എഴുതി എഴുതി നീ കൈ ഒടിഞ്ഞു പോകും. നീ വീട്ടിൽ പോണ്ട, സ്കൂളിൽ വന്ന് നിൽക്ക്. ഞാൻ പേരൻസിനെ വിളിക്കട്ടെ. അപ്പൊ സാറെങ്ങോട്ട് പോവാ? ഞാൻ പേന മേടിക്കാൻ സ്റ്റോറിൽ പോവായിരുന്നു. അപ്പരത് കേക്കുന്നേ. ഞങ്ങള് പോവാണേടാ, ഞങ്ങൾക്ക് വീ പോണം. എന്നാ അടിയെല്ലാം കൊണ്ടിട്ട് വാ. എടാ നിക്കടാ, ഞാനും വരുന്നു. ഓടിയാ ഞാൻ അടിക്കും. പിന്നെ ഞാൻ ഓടും, എനിക്ക് വീട്ടിൽ പോണം. നിക്കടാ അവിടെ. അയ്യോ, സാറ് എളുപ്പം വരുന്നല്ലോ. സാറേ, എന്താടാ? സാറ് സ്പോർട്സിലെങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല. എന്താ? ഇത്രയും സ്പീഡിൽ ഓടുന്നു, അതുകൊണ്ട് പറഞ്ഞ. എന്നാ ശരി, നമുക്ക് നാളെ കാണാം. നിക്കടാ അവിടെ. നീ നാളെ സ്കൂളിലോട്ടല്ലേ വരുന്നേ? അപ്പൊ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളെന്താ നോക്കി നിക്കുന്നേ? ലൈക്ക് സബ്സ്ക്രൈബും ചെയ്താലേ അവനെയൊക്കെ പിടിക്കാൻ പറ്റൂ. പിടിക്കണ്ടേ? പിന്നെ നിങ്ങൾ ആരാ? നെയ്മറാണോ, മെസ്സിയാണോ, റൊണാൾഡോ? കമന്റ് ചെയ്യൂ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് അടിച്ച് പൊട്ടിക്കൂ. എന്നാ ഞാൻ പേന മേടിക്കാൻ വേണ്ടി പോട്ടെ. ലവ് യു ഓൾ. ബൈ.